മലയാളിയെ ചിരിപ്പിച്ചും ആഴത്തിൽ ചിന്തിപ്പിച്ചും അരങ്ങൊഴിഞ്ഞ മഹാനടൻ പ്രിയനടൻ സലീം കുമാറിന് സാംസ്കാരിക കേരളം വിട നൽകുകയാണിപ്പോൾ. പറവൂർ ടൗൺ ഹാളിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. വെച്ചിട്ടിപ്പോൾ കുറച്ച് സമയമാകുന്നുണ്ട്. ഒരുപാട് പേർ, നൂറുകണക്കിന് ആളുകൾ അങ്ങോട്ടേക്ക് എത്തി അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൽ ആദരമർപ്പിക്കുന്നുണ്ട്. കൂടെ ജോലി ചെയ്തവരും സാധാരണക്കാരായ മനുഷ്യരൊക്കെ ഒന്ന് അദ്ദേഹത്തിന് ആദരമർപ്പിക്കുന്നു. വിവിധ മേഖലകളിലുള്ളവർ സലീം കുമാറിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ശേഷം ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. കെ.ആർ. ഗോപികൃഷ്ണൻ ടൗൺ ഹാളിൽ തുടരുന്നുണ്ട്. ഗോപികൃഷ്ണൻ, നമ്മൾ പറഞ്ഞത് സലീം കുമാർ നമുക്ക് കേവലം ഒരു നടനായിരുന്നില്ല. തുടക്കത്തിൽ എസ്.കെ.എൻ പറയുന്നത് പോലെ നമ്മുടെയൊക്കെ ഒരു വീട്ടംഗത്തെ പോലെ അത്രത്തോളം പരിചിതനായ, നേർക്കുനേർ കണ്ടിട്ടില്ലാത്ത പോലും അത്രത്തോളം പരിചിതനായ, അത്രത്തോളം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു നടൻ എന്ന മട്ടിൽ എടുത്തു പൊക്കിയ ഒരു താര കസി ഇരുത്തുകയായിരുന്നില്ല സലീം കുമാറിനെ. സങ്കടമുണ്ടാകും, വേദനയുണ്ടാകും. അദ്ദേഹത്തെ കാണാൻ അങ്ങോട്ടേക്ക് എത്തുന്നവരുടെ എണ്ണവും അതുകൊണ്ട് തന്നെ കൂടും. ഗോപി, ഹാഷ്മി, സലീം കുമാറിൻ്റെ ജന്മനാടായ പറവൂരിൽ ഇപ്പോൾ ആ നിശ്ചലമായ ആ ചേതനയറ്റ ശരീരത്തിൽ അവസാനമായി ഒരു നോക്ക് കണ്ട് ആദരമർപ്പിക്കാൻ വേണ്ടി എത്തുന്നവരുടെ നിര കൂടിക്കൂടി വരികയാണ്. കനത്ത മഴയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അല്പസമയം മുൻപ് വരെ ഇവിടെ പറവൂരിൽ. ഇപ്പോൾ മഴ ഒരു അല്പം തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഒഴുക്ക് ഇനി കൂടാനാണ് സാധ്യത. ചലച്ചിത്ര മേഖലയിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്ന ആളുകൾ ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തുന്നു. ആ കൂട്ടത്തിൽ നടൻ ജയറാമുണ്ട്, ടിനി ടോമുണ്ട്, അതോടൊപ്പം തന്നെ രമേശ് പിഷാരടി MLA ആണ് അദ്ദേഹം രാവിലെ മുതൽ തന്നെ ഈ ഭൗതിക ശരീരത്തിനൊപ്പമുണ്ട്. ഹൈബി ഈഡൻ MP ഉണ്ട്, ബാബുരാജ് എത്തിയിട്ടുണ്ട്, അങ്ങനെ നവ്യ നായർ എത്തിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്ന സിനിമകളിലൊപ്പം പ്രവർത്തിച്ചവരും അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഭാഗമായവരുമൊക്കെ ഇപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി എത്തുകയാണ്. സലീം കുമാർ എന്ന നടനെക്കുറിച്ച്, അല്ലെങ്കിൽ സലീം കുമാർ എന്ന പച്ചയായ മനുഷ്യനെക്കുറിച്ച്, സലീം കുമാർ എന്ന രാഷ്ട്രീയ ജീവിയെക്കുറിച്ച് ഒക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ ബോധ്യങ്ങളുണ്ട്. സലീം കുമാർ എന്താണോ അതുതന്നെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹം എന്താണോ പറഞ്ഞിരുന്നത് അതുതന്നെയാണ് അദ്ദേഹം ചിന്തിച്ചിരുന്നത്. അതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. സാധാരണ നിലയിൽ നമ്മൾ ചലച്ചിത്ര പ്രവർത്തകരിൽ കാണുന്നത് പലപ്പോഴും അവരൊരു കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് കാണാം. അവരുടെ തൊഴിലിന് ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളിലേക്ക് പലപ്പോഴും നമ്മുടെ മഹാനടന്മാർ ഉൾപ്പെടെ പോകാറില്ല. അതേസമയം തന്നെ തനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നും തൻ്റെ രാഷ്ട്രീയ നിലപാട് ഇതാണെന്നും അഭിപ്രായങ്ങളുണ്ടെന്നും ആ അഭിപ്രായം ഇങ്ങനെയാണെന്നും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ പറയുന്ന സ്വഭാവക്കാരനായിരുന്നു സലീം കുമാർ. ഒരുപക്ഷെ സലീം കുമാർ കലാകാരന് എന്നതിനേക്കാൾ ഉപരി ഒരു പച്ചയായ മനുഷ്യൻ എന്ന നിലയിൽ കൂടിയാണ് സമൂഹം സലീം കുമാറിനെ കാണുന്നതും അറിയുന്നതും. അതുകൊണ്ടാണ് 56-ാം വയസ്സിൽ സലീം കുമാർ, ഇത്ര ചെറുപ്പത്തിൽ സലീം കുമാർ നമ്മൾ വിട്ടു പിരിഞ്ഞു പോകുമ്പോൾ കുടുംബത്തിലെ ഒരു അംഗത്തെ നഷ്ടപ്പെട്ട വേദന ഓരോ മലയാളിക്കും അനുഭവപ്പെടുന്നത്. നേരത്തെ താൻ ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ സലീം കുമാർ പറഞ്ഞിട്ടുള്ളത് ഈ ജീവിതത്തിൽ 2 പേരോടാണ് കടപ്പാട് എന്നാണ്. ഒന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയോടാണ്, മാതാവിനോടാണ്. മറ്റൊന്ന് ചിരിയോടാണ്. കാരണം ചിരിയാണ് തനിക്ക് ജീവിതത്തിലെ സൗഭാഗ്യങ്ങളൊക്കെ തന്നിട്ടുള്ളത് എന്ന് സലീം കുമാർ പറയുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വീടിന്, അദ്ദേഹത്തിൻ്റെ വസതിക്ക് ലോഫിംഗ് വില്ല എന്ന് പേരിട്ടതും. ചിരിയോടുള്ള അതേ അടുപ്പം തന്നെ സലീം കുമാറിന് കൃഷിയോടും ഉണ്ടായിരുന്നു എന്ന് പറയാം. അദ്ദേഹം ഈ പൊക്കാളി കൃഷിയൊക്കെ നടത്തിയ കാര്യം നമുക്കറിയാം. മാത്രമല്ല തൻ്റെ അസാന്നിധ്യത്തിൽ, താൻ ഇല്ലാത്ത സമയത്ത് അതൊക്കെ നോക്കി നടത്താൻ വേണ്ടി ഭാര്യയെ കാർഷിക സർവകലാശാലയിൽ വിട്ട് കാർഷിക കോഴ്സ് പഠിപ്പിക്കുക വരെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മണ്ണിനോടും മനുഷ്യനോടുമൊക്കെ അടുത്ത് നിൽക്കുകയും ഒരു തരത്തിലുമുള്ള സിനിമാ പ്രവർത്തകർക്ക് സാധാരണയുണ്ട് എന്ന് സമൂഹം കരുതുന്ന അത്തരം ജാടകളോ അത്തരം അലങ്കാരങ്ങളോ ഒന്നുമില്ലാതെ ജീവിച്ചു എന്നതാണ് സലീം കുമാറിൻ്റെ സവിശേഷത. അതുകൊണ്ട് തന്നെ സലീം കുമാറിന് സുഹൃത്തുക്കളും ശത്രുക്കളും ഒരുപോലെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ ഈ സമയത്തും പറയണം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളിൽ മുറിവേറ്റ ആളുകളുണ്ട്, അദ്ദേഹത്തിൻ്റെ ചിരിയിൽ മുറിവേറ്റ ആളുകളുണ്ട്, അദ്ദേഹത്തെ പിണക്കി മാറ്റി നിർത്തിയവരുണ്ട്. ഒരുപക്ഷെ വളരെ ബ്ലണ്ടായിട്ട് കാര്യങ്ങൾ പറയുന്നു എന്നതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർ പോലും ഒരു ഘട്ടത്തിൽ അത്ര എളുപ്പത്തിൽ സലീം കുമാറിനോട് കാര്യങ്ങൾ ചോദിക്കാൻ പോകുമായിരുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് സത്യത്തിൽ സലീം കുമാർ പച്ചയായ ഒരു മനുഷ്യനായതുകൊണ്ടും കാപട്യം എന്താണ് എന്നറിയാത്തത് കൊണ്ടും ആളുകളോട് ചിരിച്ച് സംസാരിക്കുകയും മനസ്സിലൊന്ന് ഒളിപ്പിച്ചു വെക്കാൻ അറിയാത്തത് കൊണ്ടുമാണ്. ആ സവിശേഷതയാണ്, ആ വ്യക്തിത്വമാണ് സലീം കുമാറിന് ഒരുപക്ഷെ മറ്റ് കലാകാരന്മാരിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. സലീം കുമാറിൻ്റെ ചിരിയുടെ രസതന്ത്രം എന്നത് വളരെ ആലോചിക്കുമ്പോൾ വളരെ രസകരമായ കാര്യമാണ്. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം അല്ല മറ്റാരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ മോശമായി പോകാവുന്ന, അല്ലെങ്കിൽ ആരും ചിരിക്കാതെ പോകുമായിരുന്ന പല കഥകളും പല ഡയലോഗുകളുമുണ്ട്. ഇപ്പോൾ കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, എനിക്ക് ഭയങ്കര ബുദ്ധിയാണ് എന്നൊക്കെ പറയുന്ന ആ ഡയലോഗുകൾ,
അതൊക്കെ ഇപ്പോഴും നിത്യജീവിതത്തിൽ പലരും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ സലീം കുമാറിന് അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹാസ്യ നടൻ അല്ലെങ്കിൽ ഹാസ്യ കഥാപാത്രങ്ങൾക്ക് മാത്രം ജീവൻ പകർന്ന കലാകാരൻ എന്ന നിലയിലല്ല സലീം കുമാറിനെ മലയാള സിനിമ അടയാളപ്പെടുത്താൻ പോകുന്നത്. അതിൻ്റെ നേർസാക്ഷ്യങ്ങളാണ് ശരിയായിരുന്നു. ദുഃഖം തളങ്കി കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആളുകൾ അവിടെ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ, സഹധർമ്മിണി, 2 മക്കൾ, ഇവരും അവിടെ എത്തിയിട്ടുണ്ട്. നടൻ ജയറാമിനെ പോലെയുള്ള ആളുകളും തൻ്റെ സഹപ്രവർത്തകനായിരുന്ന സലീം കുമാറിനെ ഒരു നോക്കു കാണാൻ വേണ്ടി ഇപ്പോൾ പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിലുണ്ട്. കഴിഞ്ഞ കുറച്ചധികം കാലമായി അദ്ദേഹത്തിന് കുറച്ച് രോഗം മൂർച്ഛിച്ചിരുന്നു. അപ്പോഴൊക്കെ തന്നെ മരണത്തെക്കുറിച്ച് ഇടയ്ക്കിടെ അദ്ദേഹം പറയുമായിരുന്നു. വഞ്ചിയിൽ ദ്വാരം വീണു തുടങ്ങി, ഇനി ഇത് എത്ര കാലം തുഴയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ അദ്ദേഹം പലപ്പോഴും കുറിച്ചു വയ്ക്കുമായിരുന്നു. മരണത്തിൻ്റെ നിഴൽ തന്നെ എപ്പോൾ വേണമെങ്കിലും വിഴുങ്ങാമെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു കലാകാരനായി രോഗശൈലായിരുന്നപ്പോഴും ചിരിയോടെയാണ് ജീവിതത്തെ നേരിടാൻ അദ്ദേഹം ശ്രമിച്ചത്. തൻ്റെ ജന്മദിനത്തിൽ ഫേസ്ബുക്കിൽ അദ്ദേഹം പങ്കുവച്ചൊരു കുറിപ്പുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത മലയാളി അറിയുമ്പോൾ ആ ഫേസ്ബുക്ക് കുറിപ്പൊക്കെ അവരെ വേട്ടയാടും എന്ന കാര്യത്തിൽ സംശയമില്ല. ആയുസിൻ്റെ സൂര്യൻ പടിഞ്ഞാറോട്ട് ചരിഞ്ഞു, തൻ്റെ വഞ്ചിയിൽ ദ്വാരങ്ങൾ വീണു, ഇനി അതെത്ര കാലം തുഴയും. അങ്ങനെയാണ് മരണത്തെ അദ്ദേഹം അടുത്ത് കണ്ടതുപോലെ എഴുതി പിടിപ്പിച്ചത്. നമുക്ക് ഇന്ദ്രന് സമമായി വാഴിയിടുകിലും അതുപോലെ കുന്നുകൾ പോലെ ധനമുണ്ടാകിലും മരണം വരും ഒരു നാൾ എന്ന് കവി പറഞ്ഞതുപോലെ എത്ര ഉയരത്തിൽ പോയാലും മരണമെന്ന യാഥാർത്ഥ്യത്തിന് കീഴടങ്ങിയേ പറ്റും. പക്ഷേ നമ്മുടെ ഈ പ്രിയങ്കരനായ നടൻ മരണത്തിന് കീഴടങ്ങുന്നത് 56-ാമത്തെ വയസ്സിലാണ്. 56 വയസ്സും 5-6 മാസങ്ങളും മാത്രം ബാക്കിയുള്ള ഒരു ആയുസിൽ എന്നേക്കുമായി ജീവിതം ഉപേക്ഷിച്ച് പോയി എന്ന് പറയുമ്പോൾ അത് വലിയൊരു നഷ്ടമാണ്. ഒരുപക്ഷെ മലയാളികൾക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഇനിയും ചെയ്യാൻ കഴിയുമായ നാളാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൽ ജയറാമും കുക്കു പരമേശ്വരനും ചേർന്ന് റീത്ത് വയ്ക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രമേഷ് പിഷാരടി MLA, ടിനി ടോം തുടങ്ങിയവരെയും ഇപ്പോൾ കാണാം. ഒരുപക്ഷെ ഒരുപാട് കാലം സലീം കുമാറിനൊപ്പം അഭിനയിച്ചവരാണ് ജയറാമിനെ പോലെയുള്ള നടന്മാർ. കൃത്യമായ നിയതമായ തീരുമാനങ്ങളും നിലപാടുകളുമുള്ള നടനായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് രാഷ്ട്രീയത്തെ കണക്കറ്റ് സ്നേഹിച്ച ഈ നടൻ തൻ്റെ രാഷ്ട്രീയ ബോധത്തെക്കുറിച്ചും മതേതര നിലപാടുകളെക്കുറിച്ചും പറയാൻ ഒരിക്കലും മടിച്ചില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന കാര്യം. സിനിമാ രംഗത്ത് പോലും മതം കടന്നു കയറുന്ന ഒരു കാലത്ത് എല്ലാ മതചിന്തകൾക്കും അപ്പുറം, എല്ലാ ജാതി വർണ്ണ ചിന്തകൾക്കും അപ്പുറം ജീവിച്ച ഒരു മനുഷ്യസ്നേഹി കൂടിയായിരുന്നു അദ്ദേഹം. മനുഷ്യനപ്പുറം ഒന്നുമില്ല എന്ന് വിശ്വസിച്ച ഈ നടൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ വ്യക്താവായിരുന്നു. മാത്രമല്ല ഈ എല്ലാ തവണയും നമ്മുടെ VD സതീശൻ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനുമൊക്കെ അദ്ദേഹത്തിന് സ്ഥിരമായി നമ്മൾ ടെലിവിഷനിൽ കണ്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരുപക്ഷെ നമ്മൾക്ക് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു അയൽവാസിയുടെ അസാന്നിധ്യം ഇനി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എത്രയോ കാലം 3 പതിറ്റാണ്ടോളം 300 സിനിമകളിലൂടെ നമുക്കൊപ്പം ജീവിച്ചു എന്ന് മാത്രമല്ല ഈ വലിയ നടനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഒരു മനുഷ്യസ്നേഹിയാകുക. അതായത് ഒരുപാട് ആർഭാടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു കയറുമ്പോഴും ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളപ്പോഴും ഒരു സാധാരണ മനുഷ്യൻ്റെ രീതിയിൽ കാല് മണ്ണിൽ ഉറപ്പിച്ചു നിന്ന ഒരു മനുഷ്യസ്നേഹി, ഒരു കർഷക മനസ്സ് അദ്ദേഹമാണ് ഇപ്പോൾ നമ്മോട് വിട പറഞ്ഞു പോയിരിക്കുന്നത്. ഒരുപക്ഷെ പരവൂരിലെ ലാഫിംഗ് വില്ലയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം എരിഞ്ഞടങ്ങുമ്പോൾ ഒരു മഹാനടൻ്റെ അന്ത്യം അവിടെ ഉണ്ടാകും. എന്നാൽ അദ്ദേഹം ചെയ്തു വെച്ച കുറേ കഥാപാത്രങ്ങൾ, അദ്ദേഹം പറഞ്ഞു വെച്ച കുറച്ചധികം ഡയലോഗുകൾ, മലയാളി ഊറിച്ചിരിച്ചു പോകുന്ന കുറച്ചധികം സംഭാഷണങ്ങൾ, ഇതൊക്കെ തന്നെ കാലത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ച് കടന്നു പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. പല ചലച്ചിത്ര താരങ്ങളും മരണാനന്തരം വിസ്മൃതിയിലേക്ക് മറയുമ്പോഴും ഈ മഹാനടൻ്റെ സാന്നിധ്യം മലയാളി എല്ലാ കാലവും അനുഭവിച്ചു കൊണ്ടേയിരിക്കും. കാരണം കാലാതീതമാകുന്ന വർത്തമാനങ്ങളായിരുന്നു പലപ്പോഴും സലീം കുമാർ നമ്മോട് പറഞ്ഞു വെച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.